ഹായ് കൂട്ടുകാരെ, PSC കുട്ടീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലുള്ള ഒന്നാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന പാഠഭാഗത്ത് ചെറിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. വന്ദേ മാതരവും സന്യാസി കലാപവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയ ചാനലാണ്, അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഇംപ്രൂവ്മെന്റും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ടെക്സ്റ്റിനകത്ത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ എന്ന ഹെഡിങ്ങോട് കൂടി അതിനിടയിൽ ഒരു ബോക്സ് ആണ് ആദ്യം തന്നിട്ടുള്ളത്. അതിൽ സന്യാസിമാരും പോരാളികളായപ്പോൾ എന്നൊരു ബോക്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം. മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശിക അടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്നു ചീഞ്ഞു നാറി. അപ്പൊ ഇപ്പൊ ഒരു പോർഷൻ വായിച്ചില്ലേ, അത് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് ഇത്. ഇതിൽ പരാമർശിച്ചിരിക്കുന്ന കലാപമാണ് സന്യാസി കലാപത്തെ കുറിച്ചാണ്. സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് ആനന്ദമഠം. ബംഗാളിലെ അന്നത്തെ അവസ്ഥയെ കുറിച്ചാണ് ഈ ഒരു ബോക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ബംഗാളിലെ അന്നത്തെ പരിതാപകരമായ അവസ്ഥ, ക്ഷാമവും ദാരിദ്ര്യവും രോഗങ്ങളും കൊണ്ട് അവിടുത്തെ ജനങ്ങൾ, അതായത് സാധാരണക്കാരായ ജനങ്ങൾ, കർഷകരും തൊഴിലാളികളും ഒക്കെ കഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്ക് ഈ ആനന്ദമഠം എന്ന നോവലിലെ ഈ ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ബംഗാളിലുണ്ടായ അന്നത്തെ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയുമ്പോഴത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1600-ലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600-ലാണ്. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തില്ല? ബംഗാളിലുണ്ടായ ആ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അവര് ഒന്നും ചെയ്തില്ല, യാതൊരു ശ്രമവും നടത്തിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, പോരാടാൻ ഒന്നും ചെയ്തില്ല എന്നത് മാത്രമല്ല കാരണം, ബ്രിട്ടീഷുകാർക്ക് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? നികുതി കൊടുക്കണമായിരുന്നു. അവർ ഏർപ്പെടുത്തിയ നികുതി നയങ്ങൾ കൊണ്ടുകൂടി ഇവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോ അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പം അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പം ഈ സന്യാസി കലാപം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? കർഷക കലാപത്തിലാണ് പെടുന്നത്. കർഷകരും തൊഴിലാളികളുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. അതിൽ ആരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്? സന്യാസിമാരുടെ, അതായത് ഹിന്ദു സന്യാസിമാരുടെ, ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ സന്യാസിമാരോടൊപ്പം ഫക്കീർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന സന്യാസിമാരാണ്. ഹൈന്ദവ സന്യാസിമാരെ പോലെ തന്നെ ജീവിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സന്യാസിമാരെയാണ് ഫക്കീർമാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫക്കീർമാരും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ കർഷകരും തൊഴിലാളികളും പോരാടാൻ തുടങ്ങി. ആ പോരാട്ടത്തിന് സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും പിന്തുണയുണ്ടായിരുന്നു. അതിനാൽ ഇതിവ സന്യാസി കലാപങ്ങളെന്നും സന്യാസി ഫക്കീർ കലാപം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്തത് ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ദേവി ചൗധരാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കൂടി നമ്മൾ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം ഭവാനി പഥക്, മജ്നു ഷാ, ഇത് രണ്ടുമാണ് സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അല്ലാതെ റെക്കോർഡ്സ് നോക്കുമ്പോഴത്തേക്കും ദേവി ചൗധരാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കൂടി പരാമർശമുണ്ട്.
ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവമാണ് സന്യാസി കലാപം എന്ന് പറയുന്നത്. ബംഗാളിന്റെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളിന്റെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി 1882 ബംഗാളി ഭാഷയിൽ രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം ബംഗാളി ഭാഷയിലെ 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം നോവലിലെ ഭവാനന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേമാതരത്തെ നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. ഭവാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേമാതരത്തെ നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. ദുർഗാദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനമായിട്ടാണ് വന്ദേമാതരം രചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വന്ദേമാതരത്തെ കുറിച്ച് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ പോയിന്റ്സും നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യയുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്നത് വന്ദേമാതരമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗം. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗം. എന്നാൽ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗവുമാണ്. ഹൈന്ദവ ദേവതയായ ദുർഗയാണ് വന്ദേമാതരത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഹൈന്ദവ ദേവതയായ ദുർഗയാണ് വന്ദേമാതരത്തിൽ പരാമർശിക്കുന്നത്. ദുർഗാദേവി സ്തുതിയാണ് വന്ദേമാതരം. ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡ് ആണ്. വന്ദേമാതരം ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡ് ആണ്. വന്ദേമാതരം ആദ്യമേ ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആദ്യമേ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1896. അപ്പൊ വന്ദേമാതരം ആദ്യമേ ആലപിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആലപിച്ച സന്ദർഭം എന്ന് പറയുന്നത് കോൺഗ്രസ് സമ്മേളനമാണ്. കൊൽക്കത്ത സമ്മേളനം 1896 കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ വന്ദേമാതരം ആദ്യമേ ആലപിച്ചത്. കൊൽക്കത്ത സമ്മേളനത്തിൽ 1896 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് റഹ്മത്തുള്ള സയാനിയാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് റഹ്മത്തുള്ള സയാനിയാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേമാതരം ആദ്യമേ ആലപിച്ചത്. വന്ദേമാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ നേരത്തെ പഠിച്ചു ആനന്ദമഠം. ആനന്ദമഠം രചിച്ച വർഷം 1882 വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ആനന്ദമഠം രചിച്ചത് 1882 ബംഗാളി ഭാഷയിലാണ് ആനന്ദമഠം രചിച്ചിരിക്കുന്നത്. സന്യാസി കലാപശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോ ടു ദി. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. പരിഭാഷ പ്രസിദ്ധീകരിച്ചത് 1909 കർമ്മയോഗി മാസികയിലാണ്. അരവിന്ദ ഘോഷിന്റെ തന്നെ ഒരു പ്രസിദ്ധീകരണമാണ് കർമ്മയോഗി മാസിക. അപ്പൊ അരവിന്ദ ഘോഷിന്റെ പ്രസിദ്ധീകരണമായ കർമ്മയോഗി മാസികയിൽ 1909 വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ബോ ടു ദി പ്രസിദ്ധീകരിച്ചത്. വന്ദേമാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേമാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 വന്ദേമാതരം ദേശീയ ഗീതമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ചതും 1950 ജനുവരി 24 ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒരേ ദിവസമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 ദേശീയ ഗീതം വന്ദേമാതരവും ദേശീയ ഗാനം ജനഗണമനയും. 1947 ഓഗസ്റ്റ് 15 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വന്ദേമാതരം ആലപിച്ച വനിതയാണ് സുചേത കൃപാലിനി. 1947 ഓഗസ്റ്റ് 15 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വന്ദേമാതരം ആലപിച്ച വനിതയാണ് സുചേത കൃപലാനി. ആനന്ദമഠം നോവലിൽ വന്ദേമാതരം ആലപിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഭവാനന്ദൻ എന്നാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ പറയാം. അതിനുമുമ്പ് നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. നമ്മുടെ സന്യാസി ഫക്കീർ കലാപം ഏത് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 1760 1800 കാലഘട്ടത്തിലാണ് സന്യാസി ഫക്കീർ കലാപം നടന്നത്. സന്യാസി കലാപങ്ങൾ നടന്നത് 1760 മുതൽ 1800 കാലഘട്ടത്തിനിടയിലാണ്.
1760 മുതൽ 1820 എന്നും ചില രേഖകളിൽ കാണുന്നുണ്ട്. 1760, 1800, 1820 കാലഘട്ടത്തിലാണ് സന്യാസി കലാപങ്ങൾ നടന്നത്. സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ബംഗാളി ഭാഷയിലാണ് ആനന്ദമഠം രചിച്ചിരിക്കുന്നത്. ഇനി വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതം എന്ന് മുൻപ് ആൻസർ കൊടുത്തിരുന്നു. പിന്നീട് അത് ഇപ്പോ PSC കൊടുക്കുന്ന ആൻസർ ബംഗാളി എന്നാണ്. നമ്മൾ രേഖകൾ പരിശോധിച്ച് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് സാൻസ്ക്രിറ്റൈസ്ഡ് ബംഗാളി എന്നാണ് പറയുന്നത്. കാരണം ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലാണ് ആനന്ദമഠം. ആനന്ദമഠത്തിനകത്ത് സംസ്കൃത പദങ്ങളോട് കൂടി എഴുതിയ ഒരു ഗാനമാണ്, ദുർഗാദേവി സ്തുതിയാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. അപ്പം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കൃതീകരിച്ച ഒരു ബംഗാളി ഭാഷ എന്ന് പറയാം. പക്ഷെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ PSC ഉത്തരം എന്ന് പറഞ്ഞാൽ വന്ദേ മാതരം ഏത് ഭാഷയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളി തന്നെയാണ് ഇപ്പൊ ലാസ്റ്റ് PSC കൊടുത്തിട്ടുള്ള ആൻസർ കീ പ്രകാരം. ആനന്ദമഠം രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ദുർഗാദേവി ആയിട്ടാണ്. ഭവാനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഒരു കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരം രചിച്ചിരിക്കുന്നത്. 1950 ജനുവരി 24 നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത്. 1882 ആനന്ദമഠം രചിച്ചത്. ആനന്ദമഠം വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദ ഘോഷാണ്. തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയുമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കമന്റുകളിലൂടെ രേഖപ്പെടുത്തുക. ചെറിയൊരു ചാനലാണ്, തുടക്കമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ, സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. താങ്ക് യു.